എന്റെ പൊണ്ണു ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു അബദ്ധം ചെയ്യും, ഒരു കച്ചവടം ചെയ്യുമ്പോ അതെന്താ ഇങ്ങനെ വലിയൊരു ഷോപ്പാ, ഒരു രക്ഷയില്ലാത്ത വലിയ ഷോപ്പ് ഉണ്ടാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഇത്രയും വലിയ കെട്ടിടം ഉണ്ടാക്കി വെച്ച്, ഇത്രയും വലിയ സംവിധാനമൊക്കെ ഉണ്ടാക്കി വെച്ച്, ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കച്ചവടക്കാരൻ ബോർഡ് ഉണ്ടാക്കി വെച്ചേക്കാണ് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കരുത്, വേണ്ടതേ കഴിക്കാവുന്ന എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഏതാണ് ഈ മണ്ടത്തരത്തിന് പുറകിലുള്ളത്, അബദ്ധത്തിന് പുറകിലുള്ളത് മനുഷ്യരാണ്. സ്വന്തം സ്ഥാപനത്തിലെ ആഹാരം ഏറ്റവും കുറച്ച് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറയുന്ന വ്യത്യസ്തനായ ഒരു കച്ചവടക്കാരനാണ് സിദ്ദീഖ്. സ്ഥാപനത്തിൽ വന്നിട്ട് ഞാൻ പറയും, ഭക്ഷണത്തിന് മുമ്പ് എന്റെ ഈ ബോർഡ് ഒന്ന് വായിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ. കാരണം അത്രയും പാവം, ഇന്ന് അത്രയും ജനങ്ങൾ പട്ടിണിയായി കിടക്കുന്നു. ഇത്രയും ഇതൊന്ന് ഓർക്കുക, അവരെ കുറിച്ചിട്ടൊന്ന് ഇതൊന്ന് ഓർക്കണമെന്ന് ഞാൻ എപ്പോ ആഗ്രഹിക്കുന്നു. ആര് മക്കള്, ഫാമിലി ആര് വന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മടിച്ചാൽ മതി. ഇത്രയേ വേണം. ഒരു സാധനം പോലും നിങ്ങളൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനോ ഒരു വേസ്റ്റ് ഡബ്ബയിൽ കൊണ്ട് ഇടാനുള്ള അവസ്ഥയിൽ എത്തിക്കരുത്. കാരണം അവരെ ഒന്ന് ഓർക്കുക, ആ പാവപ്പെട്ട ജനങ്ങളൊന്ന്. എന്താണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ? ഒരുപാട് നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത്, റെയിൽവേ സ്റ്റേഷൻ ആയാലും ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് എത്രയോ പാവങ്ങൾ ഇന്ന് ഭക്ഷണം ഇല്ലാണ്ട് കിട്ടുന്നു. പൈസയല്ല, അതിന്റെ ഒപ്പം ഒരു ജീവിതമുണ്ട്, അതിന്റെ ഒപ്പം ഒരു ആശയങ്ങൾ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്തിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കുന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്ന